നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് ഇന്നും പരക്ക മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വയനാട്, മാനന്തവാടി, തവിഞ്ഞാൽ ഭാഗങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പത്തനംതിട്ടയിൽ വെള്ളക്കെട്ട് തുടരുന്നു. തിരുവല്ല, അപ്പർ കുട്ടനാട് മേഖലയിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിൽ. ഇടുക്കിയിൽ ഇടവിട്ട് മഴ ശക്തം. അർജുൻ ആയങ്കിക്കെതിരെ നടപടി ശക്തമാക്കി പോലീസ്. ആലുവ സൈബർ പോലീസ് പുതിയ കേസെടുത്തു. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് എഫ്ഐആർ. തുമ്പ തമ്പാനൂർ സ്റ്റേഷൻ പരിധിയിൽ ആയങ്കിയുമായി ബന്ധമുള്ള 5 പേർ പിടിയിൽ. തിരുവനന്തപുരം ജില്ലയിലെ സ്റ്റേഷനിൽ നിന്നാണ് 5 പേർ പിടികൂടിയത്. കണ്ണൂരിൽ 8 പേർ കരുതൽ തടങ്കലിൽ. കർണാടകയിൽ രാവിലെ അപകടത്തിൽപ്പെട്ട KSRTC ബസ് ഓടിച്ചത് താൽക്കാലിക ഡ്രൈവർ. പരിചയസമ്പന്നരായ ഡ്രൈവർമാരെ മാത്രമേ ദീർഘദൂര സർവീസുകളിൽ നിയോഗിക്കാവൂവെന്ന ഉത്തരവ് അട്ടിമറിച്ചു. ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18. രാംനഗറിൽ വെച്ച് നടന്ന അപകടത്തിൽ കണ്ടക്ടറും ഡ്രൈവറും മരിച്ചു. 20 പേർക്ക് പരിക്ക്. UPI സേവനങ്ങളുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്ക് മറുപടിയുമായി പേയ്മെന്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ. തുടർന്ന് ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ലഭിക്കുമെന്ന് വിശദീകരണം. ഉപഭോക്താക്കൾക്കും ചെറുകിട കച്ചവടക്കാർക്കും സേവനം സൗജന്യം. സുസ്ഥിരമായി സേവനം നിലനിർത്തുന്നതിനായുള്ള നടപടികൾ ചർച്ചയ്ക്ക്. വടകര MDMA ലഹരി മരുന്ന് കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിൽ. മുഖ്യകണ്ണി BRC മുൻ അധ്യാപികയായ കീർത്തനയെന്ന് പോലീസ്. മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ കിട്ടി. 2 ദിവസം ചോദ്യം ചെയ്ത ശേഷം കീർത്തനയെ വീണ്ടും റിമാൻഡ് ചെയ്യും. ജൻസി വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് ശശി തരൂർ. ജൻസികളെ കേൾക്കാനും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കോൺഗ്രസിനായില്ല. രാഹുൽ ഗാന്ധി വിഷയം ഏറ്റെടുത്തുവെങ്കിലും ഫലപ്രദമായി പ്രതിഫലിപ്പിക്കാനായില്ലെന്നും വിമർശനം. ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി മരിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന പ്രചാരണം ശക്തം. മൊജ്തബയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ. ഇറാൻ അധികൃതരിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. പശ്ചിമേഷ്യൻ സമാധാനത്തിൽ അനിശ്ചിതത്വം. ട്രംപ് നാടകക്കാരനെന്ന് ഇറാൻ. ഹോർമുസ് അമേരിക്കയുടെ നിയന്ത്രണത്തിലെന്ന് ട്രംപ്. വെടിനിർത്തൽ കരാർ ഉടനെന്നും അവകാശവാദം. പശ്ചിമേഷ്യ സംഘർഷത്തിനിടെ പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും മെക്ക സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. സൈനിക സഹകരണം ശക്തമാക്കുന്നതിനും ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും കരാർ. 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെതിരെ നടക്കുന്ന സായുധ ആക്രമണം തങ്ങൾക്കെല്ലാം എതിരായ ആക്രമണമായി കണക്കാക്കുമെന്ന് വ്യവസ്ഥ. സംസ്ഥാനമാകെ പരിശോധന വ്യാപകമാക്കിയിട്ടും അർജുൻ ആയങ്കിയെ പിടികൂടാനാവാതെ പോലീസിനെ വട്ടം കറക്കുന്ന അർജുൻ സമൂഹമാധ്യമങ്ങളിൽ പ്രൊഫൈലുകളിലൂടെ സജീവമാണ്. ഒളിവിരിക്കെ വരുന്ന പോസ്റ്റുകൾ മറ്റാരോ ഇടുന്നതെന്നാണ് പോലീസിന്റെ സംശയം. അർജുൻ ആയങ്കിയുമായി ബന്ധമുള്ള 5 പേരെ തിരുവനന്തപുരത്ത് കസ്റ്റഡിയിലെടുത്തു. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ അർജുൻ ആയങ്കിക്കെതിരെ ആലുവ സൈബർ പോലീസ് കേസുമെടുത്തു. സംസ്ഥാനത്താകെ അർജുൻ ആയങ്കിക്കെതിരെ 23 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആയങ്കി എടപ്പാളിൽ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അർജുൻ ആയങ്കിയെ ന്യായീകരിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പിടിക്കേണ്ട സമയത്ത് പിടിക്കുമെന്നായിരുന്നു മന്ത്രി K മുരളീധരന്റെ പ്രതികരണം. ഈ സൈബർ ഇടങ്ങളിൽ വല്ലാതെ CPM-കാർക്ക് വേദനയാണല്ലോ ആയങ്കിയെ പിടിക്കാൻ പോലീസ് പോകുന്ന കാര്യത്തിൽ. പിടിക്കേണ്ടവരൊക്കെ സമയത്ത് പിടിക്കും. എത്ര കാലം മുങ്ങി അടക്കാൻ പറ്റും? ഈ പിടിക്കേണ്ടവരെ പിടിക്കും. അതിന് സംശയവും വേണ്ട. മടിയൊന്നുമില്ല. ഒരു മടിയില്ല. തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, തുമ്പയിൽ നിന്നും
തമ്പാനിൽ നിന്നുമാണ് ഈ ആയങ്കിയുമായി ബന്ധപ്പെട്ട 5 പേർ പിടിയിലായത്. ഇന്നലെ രാത്രി മനസ്സിലാക്കേണ്ടത് വ്യാപകമായ പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയാണ് ഇയാളുടെ രീതി. എന്താണിപ്പോൾ ഉന്നത പോലീസ് വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്? രഞ്ജിത്ത്, രാജ്യത്തെ ഏറ്റവും സമർത്ഥനായ പോലീസ് സേനയെന്ന് അഭിമാനത്തോടെ കേരളം ഒന്നടങ്കം പറയുന്നതാണ് കേരള പോലീസ് സേന. ആ സേനയ്ക്ക് അപമാനം വരുത്തിയാണ് ഇങ്ങനൊരു ക്രിമിനൽ പോലീസിനെ വട്ടം ചുറ്റിക്കുന്നത്. ഓരോ മണിക്കൂറുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരണങ്ങൾ വരുന്നു. ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ വെല്ലുവിളി തുടർന്ന് അർജുൻ ആയങ്കി നാടു ചുറ്റുമ്പോൾ അയാൾ എവിടെയെന്ന് അറിയാതെ അക്ഷരാർത്ഥത്തിൽ ഇട്ടുതപ്പുകയാണ് പോലീസ്. അടുത്തെത്തി അവസാന നിമിഷം പിടികിട്ടാതെ പോയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അർജുൻ ആയങ്കിയുടെ നീക്കങ്ങൾ പോലീസിനെ അക്ഷരാർത്ഥത്തിൽ വട്ടം കറക്കുകയാണ്, വട്ടം ചുറ്റിക്കുകയാണ്. എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അയാൾക്ക് വേണ്ടി തൃശ്ശൂരിൽ വരവിരിക്കുമ്പോൾ തന്നെയായിരുന്നു അയാൾ പാലിയേക്കര ടോൾ പ്ലാസ കടന്ന് മുന്നോട്ട് പോയത്. ഇന്ന് എടപ്പാൾ അയാളെ കണ്ടു എന്ന് പറയുന്നു. ഇനി ഒരേ ഒരു വഴി പോലീസ് മുന്നിലുള്ളത് ഇയാളുമായി ബന്ധമുള്ള ആളുകളിലേക്ക് അന്വേഷണം പോവുക എന്നുള്ളതാണ്. ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു പോലീസ്. ഇത് തിരുവനന്തപുരത്ത് 5 പേരെയാണ് രണ്ടിടത്ത് തുമ്പയിൽ നിന്നും തമ്പാനൂരിൽ നിന്നുമായി പോലീസ് കസ്റ്റഡി എടുത്തത്. ഇയാളുടെ ബന്ധമുള്ള ആളുകളാണ്. കഴിഞ്ഞ ദിവസം ഇയാളുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മറിച്ചൊരു വാദം കൂടിയുണ്ട്. ഇയാളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ ഷെയർ ചെയ്ത ആളുകളെ കൂടി കസ്റ്റഡി എടുത്തിട്ടുണ്ടെന്ന വാദവും മറുവശത്ത് നിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും അർജുൻ ആയങ്കി നേരത്തെ തിരുവനന്തപുരത്ത് വന്നിരുന്നു. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തൊരു സുഹൃത്തിനെ വീട്ടിൽ വെച്ച് അയാളെ മാസങ്ങൾക്ക് മുമ്പ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് തിരുവനന്തപുരത്തും ബന്ധങ്ങളുണ്ട്. അത് അന്വേഷിച്ച് പോലീസ് തിരുവനന്തപുരത്തും വ്യാപകമായ തിരച്ചിൽ നടത്തുകയാണ്. പക്ഷേ എവിടെയാണെന്ന് ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അർജുൻ ആയങ്കി തൊട്ടു പിന്നാലെ ഉണ്ട്, ഉടൻ അറസ്റ്റാകുമെന്ന് തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഇങ്ങനെ അടുത്ത കാലത്തൊന്നും ഒരു ക്രിമിനലും സംസ്ഥാന പോലീസിനെ, കേരള പോലീസ് സേനയെ വട്ടം ചുറ്റിച്ച് നാണം കെടുത്തി ആഭ്യന്തരമന്ത്രിയെ പോലും പരസ്യമായി വെല്ലുവിളിച്ച് വിലസിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും അതാണ്. അർജുൻ ആയങ്കി വെല്ലുവിളിക്കുന്നു, അതും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയാണ്. ആജ്ഞ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, സൈബർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചതിനും അപകീർത്തിപ്പെടുത്തതിനും മറ്റുമാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കടുപ്പിക്കാവുന്ന കേസായി ഇതിനെ കാണാമോ? രഞ്ജിത്ത്, 23 കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ വിവിധയിടങ്ങളിലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ പോലീസിനെ അങ്ങേയറ്റം കുഴപ്പിക്കുന്ന, അങ്ങേയറ്റം നാണം കെടുത്തുന്ന ഒരു കേസായിട്ട് ഈ ഒരു കാര്യം മാറുകയാണ്. അർജുൻ ആയങ്കിയെ പിടികിട്ടാത്തതും അർജുൻ ആയങ്കി അതുമായി ബന്ധപ്പെട്ടുള്ള അധിക്ഷേപ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ അധിക്ഷേപ പോസ്റ്റുകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, പോലീസിനെ വെല്ലുവിളിക്കുന്നു. നമുക്കറിയാം, ആദ്യം കോതമംഗലം CI-ക്കെതിരെ ഉണ്ടായിരുന്ന പ്രശ്നം, തുടർന്ന് ഊന്നുകൽ CI-ക്കെതിരെയായി, അത് പിന്നീട് ആഭ്യന്തരമന്ത്രിക്കെതിരെയായി. ആഭ്യന്തരമന്ത്രിയോട് വെല്ലുവിളി തന്നെയാണ്. പ്രത്യേകിച്ചും കോതമംഗലത്ത് കഴിഞ്ഞ മെയ് മാസത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വിവാഹ ചടങ്ങിൽ താനും തന്റെ സുഹൃത്തുക്കളും പങ്കെടുക്കാനെത്തിയതോടുകൂടി ഈ കോതമംഗലം പോലീസ് കെട്ടിച്ചമച്ച കഥയാണ്. അതുമായി ബന്ധപ്പെട്ട് സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യത്തിലുള്ള ഗൂഢാലോചന നടത്തി എന്ന പേരിൽ തന്നെയും തന്റെ 5 സുഹൃത്തുക്കളെയും 21 ദിവസം ജയിൽവാസം അനുഭവിപ്പിക്കുന്നു. ഇതിനെതിരെ ഇത് കള്ളക്കേസാണെന്ന് അറിയാം, അത് പോലീസിനും അറിയാം, അത് കണ്ടെത്താൻ ആഭ്യന്തരമന്ത്രിക്ക് കഴിയുമോ തുടങ്ങിയ പോസ്റ്റുകളായിരുന്നു. പക്ഷേ ഇന്നലെ പാലിയേക്കര ടോൾ കടന്നതുമായുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതേസമയം തന്നെ അർജുൻ ആയങ്കിയുടെ സഹോദരനെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് തന്നെ ഈ അർജുൻ ആയങ്കിയുടെ 2 സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തു. ഇത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അർജുൻ ആയങ്കിയുമായിട്ട് അടുത്ത് കോൺടാക്റ്റുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും ആലുവ സൈബർ പോലീസാണ് മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിനെതിരെ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനത്ത് നിരവധി കേസുകൾ, 23 കേസുകളുണ്ട്. പക്ഷേ ഏറ്റവും പുതിയ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത സ്റ്റോറി അനുസരിച്ച് അർജുൻ ആയങ്കി മുന്നോട്ട് വയ്ക്കുന്നത്, അതായത് മത്സ്യത്തൊഴിലാളികളെ തിരയാൻ താൻ അവരുടെ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ബോട്ടിലുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സഹോദരിമാർക്ക് റോഡിൽ നിന്ന് കരിഞ്ഞ ആ സഹോദരിക്ക് അവരുടെ ഭർത്താവിനെ തിരിച്ചു കിട്ടുമായിരുന്നു. അത്രയേറെ ഊർജിതമാണ് തന്നെ കണ്ടെത്താൻ വേണ്ടി പോലീസിന്റെ തെരച്ചിലും പോലീസ് അതിൽ കാണിക്കുന്ന ജാഗ്രതയും. ആ ജാഗ്രത എന്തുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളെ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട, അല്ലെ അവരുടെ തെരച്ചിലുമായി ബന്ധപ്പെട്ടുണ്ടാകാത്തത്? മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തി വീഴില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അതായത് തൃശ്ശൂർ കമ്മീഷണർ കഴിഞ്ഞ ദിവസം, സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കിയെ ആവശ്യമെങ്കിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ വെടിവെച്ചിടാം, ആയുധം ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനം തടഞ്ഞ്
അതായത് അപകടകരമല്ലാത്ത രീതിയിൽ വാഹനം തടഞ്ഞ് വാഹനത്തിന് കുറുകെ മറ്റു വാഹനം വെച്ച് തടഞ്ഞ് അർജുനായിക്ക് പിടികൂടാൻ അനുമതിയും പോലീസിന് നൽകിയിട്ടുണ്ട് കമ്മീഷണർ. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ്. തന്നെ വെടിവെച്ചിടാൻ നിർദ്ദേശിക്കുന്നു. താൻ പിടികിട്ടാപ്പുള്ളിയല്ല, അല്ലെങ്കിൽ ക്രിമിനൽ അല്ല, കഴിഞ്ഞ കുറച്ചു കാലമായി താൻ മകന് വേണ്ടിയിട്ട് ജീവിക്കുന്നു, അതല്ലെങ്കിൽ കേസുകളിലൊന്നും പെടാതെ ജീവിക്കുന്നു. പക്ഷേ പോലീസ് തന്റെ പിന്നാലെയുണ്ട്. ഈ ആഭ്യന്തരമന്ത്രിക്ക് എഴുതിയ കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്, വളർന്നു വന്ന പാർട്ടി വേറെയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്ന സാഹചര്യമൊക്കെ ഇത് തനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കുകയാണ്. കള്ളക്കേസിലാണ് CI പ്രശാന്ത്, കോതമംഗലം CI പ്രശാന്ത് തന്നെ കുടുക്കിയത്. അത് കണ്ടുപിടിക്കൂ. പോലീസിൽ തന്നെ ഇത്തരത്തിൽ തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, തന്നെ തീവ്രവാദിയാക്കുന്നത് അല്ലെ തന്നെ ഗുണ്ടയാക്കുന്നത് ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങളാണ് എന്നൊക്കെയാണ് അർജുനായങ്കിയുടെ പോസ്റ്റിൽ, സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വന്നത്. അതേസമയം തന്നെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇത് ചെയ്യുന്നത് അർജുനായങ്കി അല്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. കാരണം അർജുനായങ്കിയുടെ വിവിധ വിഷ്വൽസ് പാലിയക്കര ടോൾ കടക്കുന്നതുമായി ബന്ധപ്പെട്ട എടപ്പാളിൽ നിന്നും കിട്ടുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് അർജുനായിക്ക് ഇങ്ങനെ സംസ്ഥാനത്തൊട്ടാകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. ഏതായാലും അർജുനായിയുമായി ബന്ധപ്പെട്ട് ഇയാളെ ഒളിവിൽ പാർക്കാൻ സഹായിച്ച വട്ടക്കുളം സ്വദേശികളായ 4 പേരെയും പോലീസിനെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഒരാളെയും ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വട്ടക്കുളം അഴകത്തു വളപ്പിൽ അലിയുടെ മകൻ ഫൈസൽ 33 വയസ്സുകാരനാണ്. അധികാരത്ത് വളപ്പിൽ മുഹമ്മദ് മകൻ അബൂബക്കർ സിദ്ദിഖ്, മുണ്ടേക്കാട്ടിൽ മൊയ്തുണ്ണി മകൻ നൌഫൽ, പാലാക്കവളപ്പിൽ കുഞ്ഞി മുഹമ്മദ് മകൻ അഷ്കർ എന്നിവരെയും അറസ്റ്റ് ചെയ്യാൻ, ഇവരെയൊക്കെയാണ് കസ്റ്റഡിയെടുത്ത് അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നും ആണിപ്പോൾ ഇവർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട പരാതി. അർജുനായങ്കി ഒളിവിൽ കഴിഞ്ഞ എടപ്പാളിലെ സ്ഥാപനങ്ങളെക്കുറിച്ചും സഹായം ചെയ്ത കൂടുതൽ ആളുകളെക്കുറിച്ചും രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ചും മറ്റുമുള്ള അതിതീവ്രമായ അന്വേഷണം തുടരുന്നുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്നലെ വെളുപ്പിനെയോടുകൂടിയാണ് കോഴിക്കോട്ട് നിന്നും സർവീസ് ആരംഭിച്ച KSRTC ഡീലക്സ് ബസ് കർണാടകയിലെ രാംനഗറിൽ വെച്ച് അർദ്ധരാത്രിക്ക് ശേഷം അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഡ്രൈവർ മിഥിലേഷ്, കണ്ടക്ടർ അരുൺ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. അമിത വേഗതയിലായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് റോഡിലെ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. ഇടിയുടെ ആഘാതത്തിൽ ബസ് റോഡിലേക്ക് മറിയുകയും വശങ്ങളും മുൻഭാഗവും പൂർണ്ണമായും തകരുകയും ചെയ്തു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ KSRTC വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൈസൂർ യാത്ര കഴിഞ്ഞ് വന്നതിനും പിന്നാലെയാണ് മിഥിലേഷ് ബംഗളൂരുവിലേക്ക് പോയതെന്ന് സുഹൃത്ത് അനൂപ് വ്യക്തമാക്കി. ഞാൻ മൈസൂർ പോയി രാവിലെ എത്തിയിട്ടുള്ളൂ. രാവിലെ എത്തി, പിന്നെ ഇന്നലെ ഉറങ്ങിയിട്ട് 9:30 നമ്മളാണ് ട്രിപ്പ് പോയത്. പിന്നെ രാവിലെ അറിയണ മറ്റേ സംഭവമൊക്കെ പല ഡ്യൂട്ടി ഉണ്ടാവില്ല. രാവിലെ ഉണ്ടാവും, നൈറ്റൊക്കെ ഉണ്ടാവും. ഇന്നലത്തെ എന്താ ഒരു ഇത് അറിയില്ല. അവന് മൈസൂർ പോയി വന്നാണല്ലോ, പിന്നെ ഒരു ദിവസം ലീവാണ്, പിന്നെ തലേന്ന് പോയാൽ മതി. പിന്നെ എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. അതായത് മനസ്സിലാക്കേണ്ടത്, അപകടത്തിൽപ്പെട്ട KSRTC ബസ് ഓടിച്ചത് താൽക്കാലിക ഡ്രൈവറാണ് എന്നാണ്. ജോലിയിൽ പ്രവേശിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പരിചയസമ്പന്നരായ ഡ്രൈവർമാരെ മാത്രമേ ദീർഘദൂര സർവീസുകളിൽ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് അട്ടിമറിച്ച പശ്ചാത്തലമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഉത്തരവിൻ്റെ പകർപ്പ് ന്യൂസ് 8 കിട്ടി. വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കോഴിക്കോട് KSRTCയിൽ നിന്നും ഇന്നലെ 21:30 ബാംഗ്ലൂർ സർവീസ് പോയ ഞങ്ങളുടെ 2 സഹപ്രവർത്തകർ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇന്നലെ 21:30 ബാംഗ്ലൂരിലേക്ക് മാനന്തവാടി കുട്ട വഴി സർവീസ് പോയ ബസ്സിലെ ഡീലക്സ് ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഇന്നലെ ബിഡ്തിയിൽ വെച്ച് ആക്സിഡൻ്റായിട്ട് മരിക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് യാത്രക്കാർക്ക് പരിക്ക് പറ്റി എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. അവരുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഡ്രൈവർ ഒരു നൈറ്റ് മുഴുവൻ ഉറക്കമൊഴിച്ച് ഓടിച്ചിട്ട് വേണം ബാംഗ്ലൂർ എത്തുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. കാരണം പ്രത്യേകിച്ച് മാനന്തവാടി വഴി കുട്ട വഴി ദുർഘടം പിടിച്ച പാതയിലൂടെ ഒരു ഡ്രൈവർ മാത്രം ഈ ഒരു സർവീസ് ഓടിച്ച് ബാംഗ്ലൂരിലെത്തുമ്പോഴത്തേക്ക് വളരെ ഒരുപാട് സാഹചര്യങ്ങളെ അതിജീവിച്ചു കൊണ്ടാണ് അദ്ദേഹം ഈ സർവീസ് അവിടെ എത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം സർവീസുകളെ KSRTC
സിംഗിൾ ഡ്രൈവർ ജീവനക്കാരെ ബലി കൊടുത്തുകൊണ്ട് സർവീസ് നടത്തണോ എന്നുള്ളത് പുനർചിന്തനം വേണമെന്നാണ് പറയാനുള്ളത്. ഈ കാര്യത്തിൽ ഡ്രൈവേഴ്സ് യൂണിയന് പറയാനുള്ളത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. അനീഷ്, കടുത്ത അനാസ്ഥയാണ്, സംശയമില്ല. എത്രയോ യാത്രക്കാർ യാത്ര ചെയ്തൊരു ബസ്സാണ്, അവരുടെ ജീവൻ വെച്ചാണ് ഇത്തരം ഈ കളികളൊക്കെ നടക്കുന്നത്. കണ്ടക്ടറും ഡ്രൈവറും മരിച്ചു. എന്ത് വിശദീകരണമാണ് KSRTCക്കുള്ളത്? രഞ്ജിത്ത, 2-3 കാര്യങ്ങൾ ഇതിലുണ്ട്. അതിൽ കൃത്യമായ പിഴവ് KSRTCക്ക് ഉണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി വിജിലൻസും മറ്റും പരിശോധന നടത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, മൈസൂർ ട്രിപ്പ് പോയ ശേഷം രാവിലെയാണ് ഡ്രൈവറായ മിഥിലേഷ് മടങ്ങിയെത്തിയത്. വെള്ളൈ സ്വദേശിയാണ് അദ്ദേഹം. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി തന്നെ വീണ്ടും തയ്യാറായി അടുത്ത ലോങ് ട്രിപ്പിനുള്ള പോക്ക്, അതായത് ബാംഗ്ലൂരിലേക്കുള്ള സർവീസിനായി യാത്ര പോവുകയും പിന്നെ ആ യാത്ര തുടരുകയുമായിരുന്നു. ഒപ്പം ഈ ബസ്സിൽ ഒരാൾ കണ്ടക്ടറും ഒരാൾ ഡ്രൈവറും എന്ന രീതിയിൽ തന്നെയാണുള്ളത്. നമുക്കറിയാം, സാധാരണഗതിയിൽ ദീർഘദൂര സർവീസുകൾ 5 മണിക്കൂറിനും മുകളിലുള്ള സർവീസുകളൊക്കെ പോകുമ്പോൾ 2 പേരും ഡ്രൈവർ കം കണ്ടക്ടർ എന്ന രീതിയിലാണ്. അതായത് ഒരാൾ കുറച്ചു നേരം വാഹനം ഓടിക്കുമ്പോൾ മറ്റേയാൾക്ക് വിശ്രമിക്കാൻ കഴിയും, അതിനുശേഷം അടുത്തയാൾ, അങ്ങനെ ഉള്ള തരത്തിലാണ് സാധാരണ ദീർഘദൂര ബസ്സുകളിൽ പോകുന്നത്. പക്ഷേ കോഴിക്കോട് ഡിപ്പോയിൽ നിന്നുള്ള പല സർവീസുകളും ഇത്തരത്തിൽ ഒറ്റ ഡ്രൈവർ ഒറ്റ കണ്ടക്ടർ എന്ന രീതിയിലാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് ഈ വിശ്രമിച്ച് ഓടിച്ചാൽ ഒരുപക്ഷെ ഉറക്കം മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഇവിടെയും ഈ പ്രാഥമികമായ നിഗമനം പുലർച്ചെ അദ്ദേഹത്തിന് കണ്ണു തൂങ്ങി അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി എന്നത് തന്നെയാണ്. കാരണം തലേ ദിവസവും ഇതുപോലെ തന്നെ രാത്രിയിലെ സർവീസ് കഴിഞ്ഞു വന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഗൗരവമുള്ള വീഴ്ച വന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. 5 മാസത്തിൽ താഴെ മാത്രമാണ് ഇദ്ദേഹത്തിന് സർവീസ് ഉള്ളത്. ബദലി എന്ന രീതിയിൽ, അതായത് ഈ എംപാനലിനേക്കാൾ കുറച്ചുകൂടി താൽക്കാലികം എന്ന രീതിയിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹം. ഈ ടൗൺ സർവീസിലും മറ്റുമൊക്കെ തൃശ്ശൂരും അല്ലെങ്കിൽ ഗുരുവായൂർ, കണ്ണൂർ സർവീസിലൊക്കെ സ്വകാര്യ ബസ്സിൽ ഓടിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് ഒരുപാട് ദീർഘദൂര സർവീസുകളിൽ വലിയ പരിചയമില്ല. KSRTCയുടെ തന്നെ സർക്കുലർ ഇക്കാര്യത്തിലുണ്ട്. ഏറ്റവും പരിചയസമ്പന്നരായ മുതിർന്ന ഡ്രൈവർമാരെയാണ് ഇത്തരം ദീർഘദൂര സർവീസുകളിലേക്ക് വിടേണ്ടത്. ഇനിയും അത്തരത്തിൽ സീനിയറായ ആളുകളെ ലഭിച്ചില്ലെങ്കിൽ എംപാനലിൽപ്പെട്ട ഏറ്റവും മുതിർന്ന ആളുകളെ തന്നെ വിടണമെന്നൊക്കെ നിർദ്ദേശമുണ്ട്. പക്ഷേ ആ നിർദ്ദേശവും ഇവിടെ പാലിക്കപ്പെട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ 3 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി. ഒന്ന്, അദ്ദേഹത്തിന് ഒരു ദീർഘയാത്രയ്ക്ക് ശേഷം പെട്ടെന്ന് വാഹനം ഓടിക്കേണ്ടി വരുന്നു. മറ്റൊന്ന്, അദ്ദേഹം അത്രമേൽ പരിചയസമ്പന്നനായ ആളല്ല ഈ റൂട്ടിലൊക്കെ യാത്ര ചെയ്യാൻ. മറ്റൊന്ന്, ഈ 2, അതായത് കണ്ടക്ടർ കം ഡ്രൈവർ എന്ന പദ്ധതി ഇവിടെ കൃത്യമായി നടപ്പിലാക്കാനും വിടുന്നില്ല. എന്തായാലും ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു പുനരാലോചന KSRTCയുടെ ഭാഗത്തുനിന്നും ഉണ്ടാക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. എന്തായാലും ഇവിടുന്ന് KSRTCയിലെ ഉദ്യോഗസ്ഥരും ബന്ധുക്കളുമൊക്കെ ബംഗളൂരുവിലേക്ക് പോയിട്ടുണ്ട്. മരിച്ച 2 ജീവനക്കാരുടെയും ബന്ധുക്കളൊക്കെ പോയിട്ടുണ്ട്. 4 പേർക്ക് പരിക്ക് പറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ് വിവരങ്ങൾ പങ്കുവച്ചു. വടകര MDMA ലഹരിമരുന്ന് കേസിൽ നിർണായക അന്വേഷണ വഴിയിൽ പോലീസ്. കേസിലെ മുഖ്യകണ്ണി BRC മുൻ അധ്യാപികയായ കീർത്തനയെന്നാണ് പോലീസിന്റെ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. 2 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ശേഷം കീർത്തനയെ വീണ്ടും റിമാൻഡ് ചെയ്തു. മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ കീർത്തനയിൽ നിന്ന് ലഭിച്ചുവെന്നാണ് സൂചന. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, കീർത്തന ഈ വാദങ്ങളൊക്കെ പൂർണ്ണമായും നിഷേധിച്ചിരുന്നു. മാധ്യമങ്ങളോട് പറഞ്ഞത് തന്റെ അക്കൗണ്ട് പരിശോധിച്ചാൽ അറിയാം എന്നും മറ്റുമാണ്. പക്ഷേ വ്യാപകമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. എന്തൊക്കെ കണ്ടെത്തലുകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ശേഷം പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അവിടെ വെച്ചാണ് മാധ്യമങ്ങളോട് അവർ താൻ ഈ കേസിൽ നിരപരാധിയാണ്, അല്ലെങ്കിൽ താൻ മയക്കുമരുന്ന് കടത്തിയിട്ടില്ല, താൻ ഒരു അധ്യാപികയാണ്, തനിക്കൊരു ആൺമകനുണ്ട് എന്നൊക്കെ ഇവർ പറയുകയും ചെയ്തു. പക്ഷേ ഇവർക്കെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നാണ് ചോദ്യം ചെയ്യലിന് ശേഷവും 2 ദിവസം അവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും ഇന്നലെ വൈകുന്നേരം തിരിച്ച് കോടതിയിൽ കൊടുത്ത് റിമാൻഡിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ ചോദ്യം ചെയ്യലിൽ അവരുടെ ഫോൺ രേഖകൾ, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാട്സാപ്പിലെ ചാറ്റുകൾ എന്നിവ അടിസ്ഥാനമൊക്കെ ആക്കിയായിരുന്നു ചോദ്യം ചെയ്യൽ. അതിൽ കൃത്യമായി ഇവർക്ക് ഈ മയക്കുമരുന്ന് കടത്തിൽ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വാട്സാപ്പ് ചാറ്റുകൾ ലഭിച്ചു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇവരുടെ അക്കൗണ്ടുകൾക്കൊപ്പം മറ്റ് ചില അക്കൗണ്ടുകൾ വഴിയും, അതായത് മ്യൂൾ അക്കൗണ്ടുകൾ എന്ന പേരിൽ മറ്റുള്ളവരുടെ അക്കൗണ്ട് കരസ്ഥമാക്കി അതിലൂടെ ഇടപാടുകൾ നടത്തി ATMയിലൂടെയും മറ്റും പണമൊക്കെ പിൻവലിച്ച് അത്തരം ഇടപാടുകളും ഇവർ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒപ്പം ഇവരാണ് ഈ കാവ്യയും നിഷ്മ അടക്കമുള്ള മറ്റ് അധ്യാപകരെ കൂടെ ഇതിലേക്ക് എത്തിച്ചത് എന്നൊരു നിഗമനം പോലീസിനുണ്ട്. എന്തായാലും വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. നന്നായി
നിർണായകമായ വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് അടിസ്ഥാനമാക്കിയാവും വീണ്ടും ഇനി കാവ്യയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിനുള്ള അപേക്ഷ പോലീസ് നൽകും. പിന്നീട് നീഷ്മയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. പിന്നീട് ആയിരിക്കും ഒരുപക്ഷെ 3 പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്ത് പരസ്പരം നൽകുന്ന മൊഴികളിലെ പൊരുത്തക്കേടുകൾ കണക്കിലെടുത്ത് പിന്നീട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഒപ്പം തന്നെ ജിജിൻ കുര്യാക്കോസിനെയും ഇവരെ 3 പേരെയും ചോദ്യം ചെയ്ത ശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കാരണം ഇയാളിലേക്കാണ് പണം പൂർണ്ണമായും ഈ 3 അധ്യാപികമാരുടെ അക്കൗണ്ടുകളിൽ നിന്നും ഒഴുകിയത്. പിന്നീട് ഇയാൾ അത് ഷിൻഡോ എന്ന ആൾക്ക് കൈമാറുകയും ചെയ്തു. ഷിൻഡോയും ഈ ജിജിൻ കുര്യാക്കോസും മംഗലാപുരത്ത് ഒന്നിച്ച് പഠിച്ച ആളുകളാണ്. അവിടെ വെച്ച് മുതൽ തന്നെ ഈ ലഹരി ഇടപാടുകൾ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് പഠനം പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പയ്യോളിൽ നിന്ന് പിടികൂടിയ ഒരു യുവാവിനും അയാളും ഈ പണം അയച്ചു കൊടുത്തത് ഈ മയക്കുമരുന്നിനായി ഈ ജിജിൻ കുര്യാക്കോസിന്റെ അക്കൗണ്ടിലേക്കാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ കേസിലും ഇയാളെ പ്രതി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വിപുലമായ ഒരു ശൃംഖല തന്നെ ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന സംശയമാണ് പോലീസിനുള്ളത്. എന്തായാലും ഈ കീർത്തനയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളടക്കം മുന്നോട്ടുള്ള അന്വേഷണത്തിന് ഏറെ ഗുണകരമാവും. ശരി. അർജുൻ ആയങ്കിയെ ഒളിവിൽ പാർക്കാൻ സഹായിച്ച വട്ടക്കുളം സ്വദേശികളായ 4 പേരെയും പോലീസിനെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഒരാളെയും ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഫൈസൽ, അബൂബക്കർ, സിദ്ദിഖ്, നൌഫൽ മകൻ അഷ്കർ എന്നിവരാണ് പിടിയിലായത്. ഇവരെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ തടസ്സപ്പെടുത്തിയതിനാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. എടപ്പാളിലെ സ്ഥാപനങ്ങളെക്കുറിച്ചും സഹായം ചെയ്ത കൂടുതൽ ആളുകളെക്കുറിച്ചും രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ചും അന്വേഷണം തുടരുന്നുണ്ട്. CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനുമോദ്, ദൃശ്യങ്ങൾ പുറത്തു വന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ കേസിൽ ഒളിവിലുള്ള പലവിധ കേസുകളിൽ പ്രതിയായ ഒരാൾ ഇത്തരത്തിൽ സ്വൈര്യവിഹാരം നടത്തുന്നു. ഇയാളെ ഒളിവിൽ താമസിക്കാൻ ചിലർ സഹായിക്കുന്നു. ഇയാളുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് വ്യാപകമായ തെരച്ചിൽ നടത്തുന്നു. ഇതിനിടയിലാണ് ഈ സ്വൈര്യവിഹാരം. എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, 5-ാം തീയതിയാണ് അർജുൻ ആയങ്കി എടപ്പാളിൽ ഒരു ആയുർവേദ സ്ഥാപനത്തിൽ വന്നത് എന്നാണ് CCTV ദൃശ്യങ്ങൾ തെളിവായിട്ട് പറയുന്നത്. 5-ാം തീയതി വന്ന അയാൾ 2 ദിവസത്തോളം ആ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ സമയത്ത് അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട 4 പേരെയാണ് പോലീസ് ഇപ്പോൾ കരുതൽ തടങ്കലിൽ എടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നത്. ഇവർക്ക് അർജുൻ ആയങ്കിയുമായുള്ള ബന്ധം എന്തായിരുന്നു എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ ഏതു തരത്തിലുള്ള സഹായമാണ് ഇവർ അർജുൻ ആയങ്കിക്ക് നൽകിയതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അത് തടയാൻ ശ്രമിച്ച അല്ലെങ്കിൽ അതിന് തടസ്സം നിൽക്കാൻ ശ്രമിച്ച ഒരാളെയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ അർജുൻ ആയങ്കി ഇവിടെ നിന്നും എവിടേക്കാണ് പോയത് തുടങ്ങിയ വിവരങ്ങളാണ് ഇവരിൽ നിന്നും പോലീസ് ശേഖരിച്ചിട്ടുള്ളതെന്നാണ് അറിയാനാകുന്നത്. എന്നാൽ ഈ ആയുർവേദ ആശുപത്രി അധികൃതരുമായിട്ടും പോലീസ് ഈ വിവരങ്ങൾ ശേഖരിക്കാൻ ബന്ധപ്പെടുന്നുണ്ട്. അവിടെ അഡ്മിറ്റ് ആകുകയോ ചികിത്സ തേടുകയോ അതോ സുഖ ചികിത്സ നേടുകയോ അങ്ങനെ മറ്റെന്തെങ്കിലും ഇടപാടുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടായെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ചങ്ങരംകുളം പോലീസാണ് ഇവർക്ക് എതിരെ നടപടിയെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ തിരൂർ DVSP നേതൃത്വത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. വലിയ തോതിൽ തന്നെ അർജുൻ ആയങ്കിയുടെ സഹായികൾ ഈ ഒരു മേഖലയിൽ പല സമയത്തായിട്ട് ഇയാൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം. നിലവിൽ അർജുൻ ആയങ്കി എവിടെയാണെന്ന് കണ്ടെത്താൻ കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമം നടക്കുമ്പോഴാണ് 2 ദിവസം മുൻപ് എടപ്പാളിൽ ഇയാൾ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതും തുടർന്ന് ഇയാളെ സഹായിച്ച ആളുകളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവർക്ക് എതിരെ വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നത്. അനുമോദ വിവരങ്ങൾ പങ്കുവച്ചു. വയനാട് പുത്തുമല ദുരന്ത ബാധിതരുടെ പുനരധിവാസം പൂർണ്ണമായില്ല എന്നാരോപിച്ച് പ്രതിഷേധം. 49 കുടുംബങ്ങളാണ് വായ മൂടിക്കെട്ടി മൗന പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിഷയം നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടായില്ല എന്നാണ് ആക്ഷേപം. 2019 ഓഗസ്റ്റ് 8 മേപ്പാടി പുത്തുമലയിലുണ്ടായ ഭീമൻ ഉരുൾപൊട്ടലിൽ വീടും കിടപ്പാടവും നഷ്ടപ്പെട്ടവരുടെ ദുരിതമാണ് ഇപ്പോഴും തുടരുന്നത്. വേറൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഞങ്ങൾ അംഗനവാടിയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. കിടന്നുറങ്ങാൻ വേണ്ടി മനസ്സമാനത്തോടെ കൂടി ഒരു ജീവൻ പൊലിയാതെ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ 7 വർഷമായി ഒരു റോഡ് വെച്ച് തിരുവല്ല കളക്ടർ ഓഫീസിലൊക്കെ മറ്റുള്ള വിഷയങ്ങൾ പെട്ടതായിട്ടുള്ള ഒരു പരിപാടി ഞങ്ങൾ അപ്പൊ ഇത് സൂചനമായിട്ടുള്ള ഒരു പരിപാടിയാണ്. മാറി മാറി വരുന്ന ജയരാജ് വിവരങ്ങളുമായി ചേരാണ്. ജയരാജ്, വർഷങ്ങളായുള്ള ഈ വിഷയത്തിലുള്ള ഇവരുടെ ഒരു രോഷമാണ്, പ്രതിഷേധമാണ്. എന്താണ് ഇപ്പോൾ ഇവർ പറയുന്നത്? ഒരു തരത്തിലുള്ള സമാശ്വാസവും ഇവർക്കില്ല എന്നാണോ? രഞ്ജിത്ത്, 2019 ഓഗസ്റ്റ് 8 നാടിനെ നടുക്കിയ ഈ ഒരു വലിയ ഉരുൾപൊട്ടലുണ്ടായത് പുത്തുമലയിൽ. ഈ ഉരുൾപൊട്ടലിൽ തന്നെ ഏതാണ്ട് 110ഓളം കുടുംബങ്ങൾക്കാണ് അവിടെ മറ്റ് സൗകര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടത്.
അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പുത്തക്കൊല്ലി, അതായത് മേപ്പാടി പൂത്തക്കൊല്ലി മുക്കിൽപീടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ കമ്പനി അനുവദിച്ച 7.5 ഏക്കർ സ്ഥലത്ത് ഇവർക്ക് സർക്കാർ ലൈഫ് പദ്ധതി പ്രകാരം ഇവർക്ക് വീട് വെച്ച് നൽകിയത്. ഈ മുഴുവൻ ആളുകളിൽ 50ഓളം ആളുകൾ അന്ന് 10 ലക്ഷം വാങ്ങി മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയിരുന്നു. എന്നാൽ ഇവർ ഈ 49 പേർക്കാണ് ഇവിടെ വീട് വെച്ച് നൽകിയത്. എന്നാൽ ഈ വീടിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ടൗൺഷിപ്പ് എന്ന രീതിയിലാണ് അന്ന് അവിടെ അത് തുടങ്ങിയത്. അവിടെ പറഞ്ഞിരിക്കുന്നത് വീടും അതുപോലെ തന്നെ മറ്റ് കളിസ്ഥലങ്ങൾ, അതുപോലെ തന്നെ അംഗൻവാടി, ആരോഗ്യ കേന്ദ്രം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സൗകര്യങ്ങളൊന്നും ഈ 7.5 ഏക്കറിൽ എടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ ഒരു വീട്, ഈ വീടുണ്ടാക്കി ഏതാണ്ട് 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഈ വീടുകളിലെല്ലാം വിള്ളലും ചോർച്ചയും ഉണ്ടായി. എന്നാൽ ഇത് പലതവണ ഇവർ അധികാരികളെ അറിയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള മറുപടിയും ലഭിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. പല രീതിയിൽ 2028 മുതൽ ഇവർ ഇതിനു വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തെ പലതവണ ഇത് അറിയിച്ചു. എന്നിട്ടും ഇതിന്റെ എസ്റ്റിമേറ്റ് എല്ലാം എടുത്തു പോയെങ്കിലും ഇപ്പോഴും അവർ ചോർന്നടിക്കുന്ന ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ വർഷം അതിദാരിദ്ര്യ ഇതിന്റെ ബാക്കി സ്ഥലത്ത് താമസിക്കുന്നതിനും അവർക്ക് ഭൂമി കൊടുക്കുന്നതിനും വേണ്ടി സർക്കാർ അവിടെ സന്ദർശിക്കുകയും, എന്നാൽ അവിടെ ഈ പ്രദേശവാസികൾ അല്ലെങ്കിൽ ഈ ദുരന്ത ബാധിതർ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അന്ന് അവർ പറഞ്ഞത് അവിടെ ഈ അതിദാരിദ്ര്യരെ താമസിക്കുന്നതിന് ഇവർക്ക് തടസ്സമില്ല, പക്ഷെ അവരോട് പറഞ്ഞ വാക്കുകൾ പാലിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അന്നും അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു വർഷം ആയിട്ടും അതിൽ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നുള്ളതിന്റെ പേരിലാണ് ഇന്ന് രാവിലെ, അതായത് കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉള്ളവർ ആരോട് പ്രതിഷേധം അല്ലെങ്കിൽ ഉയർന്ന പ്രതിഷേധമല്ലാതെ വായ മൂടി കെട്ടിക്കൊണ്ട തികച്ച പ്രതിഷേധം അവർ നടത്തിയത്. ശരി, ജയരാജാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. കനത്ത മഴയിൽ നിന്ന് സംസ്ഥാനത്തിന് ആശ്വാസം. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടുണ്ട്, മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. നാളെ മുതൽ മഴയുടെ തോത് കുറയും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വയനാട്ടിൽ വെള്ളം കയറിയ പ്രദേശങ്ങളിലെല്ലാം വെള്ളം താഴ്ന്നു തുടങ്ങി. എങ്കിലും നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. നിലവിൽ വിവിധ സ്ഥലങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ മഴ തികച്ചും മാറി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. നല്ല വെയിലാണ് പല സ്ഥലത്തും നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ വെയിലാണുള്ളത്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മഴ ചെറുതായിട്ട് വരും, അപ്പോൾ തന്നെ മഴ പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഒരുപക്ഷെ ഇതൊരു അതിതീവ്ര മഴയായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും ഇപ്പോൾ കണക്കാക്കാൻ കഴിയില്ല. കാരണം സാധാരണ കർക്കിടക മാസത്തിലൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. ഇപ്പോൾ പൊതുവെ നല്ല ശാന്തമായ വെയിലുള്ള ഒരു അന്തരീക്ഷമാണ്. എന്തായാലും വയനാട്ടിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഒരുപക്ഷെ നാളെ കൂടി മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 9-ാം തീയതി വരെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ശക്തമായ മഴ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനുശേഷമായിരിക്കും മറ്റ് നിയന്ത്രണങ്ങളൊക്കെ മാറ്റുക. അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നവരെല്ലാം അവിടെ തന്നെ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ഈ വെയിൽ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അവർ ഇന്നൊക്കെ തന്നെ വീടുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാലയങ്ങൾക്കെല്ലാം ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് വയനാട് ജില്ലയിൽ. എങ്കിലും മഴ വളരെ കുറവുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ ഒരു കാര്യം. ഇന്നലെ പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിരുന്നു. അതൊക്കെ ഇന്ന് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയും അല്ലെങ്കിൽ അവിടെയെല്ലാം വെള്ളം ഇറങ്ങി താഴ്ന്നു പോകുന്ന ഒരവസ്ഥയും ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. എന്തായാലും ഒരു വലിയ മഴ എന്ന് അല്ലെങ്കിൽ മഴക്കെടുതി എന്നൊന്നും ഇന്നത്തെ ഒരവസ്ഥയിൽ വയനാടിനെ കുറിച്ച് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ വൈകുന്നേരം ആകുമ്പോൾ കാലാവസ്ഥ മാറുമോ എന്ന് നമുക്കറിയാൻ കഴിയില്ല. എന്തായാലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വയനാട് തികച്ചും അല്ലെങ്കിൽ മഴ തികച്ചും ഇല്ലാത്ത ഒരവസ്ഥയിലാണുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതി മൂലമുള്ള വെള്ളക്കെട്ട് തുടരുകയാണ്. തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലയിലെ പല പ്രദേശങ്ങളും ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും തിരിച്ച് വീട്ടിൽ പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ക്യാമ്പിലുള്ള പലരും. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും അപ്പർ കുട്ടനാട് മേഖലയിലെ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. തിരുവല്ല, കടപ്ര, നിരണം, പെരിങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിലെ എല്ലാം വെള്ളക്കെട്ട് സമാനമായ രീതിയിൽ ദുരിതം വിതച്ചുകൊണ്ട് ഇപ്പോഴും തുടരുന്നു. ക്യാമ്പുകളിൽ തുടരുന്ന ആളുകൾ ഇപ്പോഴും ക്യാമ്പിൽ തന്നെയാണ്. തിരിച്ച് വീട്ടിൽ മടങ്ങിയെത്താൻ കഴിയാത്ത അവസ്ഥ ഈ നിരണം പഞ്ചായത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം വെള്ളം ഇറങ്ങിപ്പോകാൻ കഴിയാത്ത രീതിയിലേക്ക് ബുദ്ധിമുട്ടാണ് അവിടെ അനുഭവിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കം അങ്ങനെ ആ വെള്ളക്കെട്ട് മഴ തുടങ്ങിയ സമയത്ത് ക്യാമ്പിലെത്തിയവരെല്ലാം ഇപ്പോഴും ആ ക്യാമ്പിൽ തുടരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതുപോലെ തന്നെ ആറന്മുളയിലും റാന്നിയിലും സാധാരണ ജനജീവിതം സാധാരണ രീതിയിലായിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും തുടങ്ങിയിട്ടുണ്ട്. ഈ അപ്പർ കുട്ടനാട് മേഖലയിലെ ദുരിതം വലിയ രീതിയിൽ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഓണപ്പരീക്ഷയാണ്. ഓണപ്പരീക്ഷയ്ക്ക് തുടക്കമാകാൻ പോകുന്നു. പല ക്യാമ്പുകളും സ്കൂളുകളിലാണ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നും ഇവർ മാറിപ്പോയെങ്കിൽ മാത്രമേ അവിടെ ക്ലാസ്സുകൾ നടത്താൻ കഴിയുള്ളൂ, പരീക്ഷ നടത്താൻ കഴിയുള്ളൂ. അത്തരൊരു ബുദ്ധിമുട്ട് കൂടി ആ ക്യാമ്പിലുള്ള ആളുകൾ
നേരിടുന്നുണ്ട്. അതേസമയം കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ പഠിക്കാനുള്ള നോട്ട്ബുക്ക് അടക്കം ബാഗുകളടക്കം ഈ വെള്ളത്തിൽ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള പ്രതിസന്ധി കൂടി ഈ ക്യാമ്പിലുള്ള ആളുകളും കുട്ടികളും ഒക്കെ നേരിടുന്നുണ്ട്. എന്തായാലും വീട്ടിൽ തിരിച്ചെത്തിയാൽ ഒരുപക്ഷെ താമസിക്കാൻ കഴിയാത്ത രീതിയിൽ വീട് പൂർണ്ണമായും ഭാഗികമായും നഷ്ടപ്പെട്ടവരുണ്ട്. ഒപ്പം വീട് മോശമായ വൃത്തിഹീനമായ അന്തരീക്ഷമാണുള്ളത്. അത് ശുചീകരിക്കുന്ന ജോലികളൊക്കെ ഇനി ബാക്കി കിടക്കുന്നു. അത്തരത്തിൽ ദുരിതം വളരെയേറെ ബുദ്ധിമുട്ടുകൾ ആളുകൾ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലയിലെ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അതിലുപരി വലിയ കൃഷിനാശമാണ് ജില്ലയിൽ ഈ മഴക്കെടുതി മൂലം ഉണ്ടായത്. ഏകദേശം 12 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമികമായ ഒരു കണക്ക് ഉള്ളത്. ഏകദേശം ഈ നിലവിൽ 358 ഹെക്ടർ സ്ഥലത്തെ കൃഷിയും നശിച്ചു എന്നൊരു കണക്ക് വരുന്നുണ്ട്. 7000-ഓളം കർഷകർക്കാണ് കൃഷിനാശം സംഭവിച്ചത്. അങ്ങനെ വലിയ ഒരു സാമ്പത്തിക ബാധ്യതയും ബുദ്ധിമുട്ടും ജനങ്ങൾ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ വരുന്നത്. ഇത് പൂർണ്ണമായ ഒരു കണക്കല്ല, പ്രാഥമികമായ ഒരു വിവരമാണ് ഈ ലഭിക്കുന്നത്. ഒപ്പം ഇനി ക്യാമ്പിലുള്ളവർ തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും വില്ലേജ് ഓഫീസർമാർ വന്ന് കണക്കെടുത്തതിന് ശേഷമേ ഇതിൻ്റെ അന്തിമമായ റിപ്പോർട്ട് ലഭിക്കുകയുള്ളൂ. എന്തായാലും റാന്നിയിലും ആറന്മുളയിലും ഒക്കെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും കയറി എന്നെ കണക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ആ കണക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ കൃത്യമായ ഒരു നാശനഷ്ട കണക്ക് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. എന്തായാലും വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിരടത്തും പെരിങ്ങരയും കടപ്പറയും തുടങ്ങിയ മേഖലകളിലാണ് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണുള്ളത്. റോഡ് ഗതാഗതമൊക്കെ ഭാഗികമായി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്, വൈദ്യുതി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ വീടുകളിൽ തിരിച്ചെത്താൻ കഴിയാത്ത ദുരിതം, സമാനതകളില്ലാത്ത ദുരിതം ഈ പ്രദേശത്തെ ആളുകൾ നേരിടുന്നു എന്നുള്ളതാണ് ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഇടുക്കിയിൽ ഇടവിട്ട് മഴ ശക്തമാകുന്നുണ്ട്. 3 അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടരുകയാണ്. മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കാർഷിക ആവശ്യത്തിന് ഇന്ന് മുതൽ വെള്ളം കൊണ്ടുപോകും. ജില്ലയിൽ ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് ശമനമുണ്ട്. പ്രത്യേകിച്ചും കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യം ജില്ലയിലില്ല. ഇടവിട്ട് മഴ, നേരിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും മഴ അതിശക്തമാകുന്ന ഒരു സാഹചര്യം ജില്ലയിൽ ഒരു ഭാഗത്തും നിലവിൽ അനുഭവപ്പെടുന്നില്ല. എന്തായാലും നിലവിലത്തെ സാഹചര്യങ്ങൾ വലിയ തോതിൽ ആശങ്ക ജനിപ്പിക്കുന്നതല്ല എന്നുള്ളതാണ് ഇടുക്കിയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാനുള്ളത്. ഒപ്പം മുല്ലപ്പെരിയാറിൽ നിന്നും കാർഷിക ആവശ്യത്തിനായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോകാൻ ആരംഭിച്ചിരിക്കുന്നു. നിലവിൽ 350 ക്യൂസെക്സ് വെള്ളമാണ് ടണൽ മാർഗം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിൽ 150 ക്യൂസെക്സ് വെള്ളം കാർഷിക ആവശ്യങ്ങൾക്കും 200-ഓളം ക്യൂസെക്സ് വെള്ളം മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കും. അതായത് കുടിവെള്ളം അടക്കമുള്ള മറ്റ് ആവശ്യങ്ങൾക്കായാണ് 200 ക്യൂസെക്സോളം വെള്ളം കൊണ്ടുപോകുന്നത്. സാധാരണയായി ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ, അതായത് മൺസൂണിന്റെ തുടക്കത്തിൽ തന്നെ കാർഷിക ആവശ്യത്തിനായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം മൺസൂൺ ദുർബലമായതും ഒപ്പം വേനൽക്കാലത്ത് ആവശ്യമായ വെള്ളം മുല്ലപ്പെരിയാറിൽ ഇല്ലാതിരുന്നതും ഒക്കെ മൂലം മൺസൂണിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഷട്ടർ ഉയർത്തി തമിഴ്നാട്ടിലേക്ക് കാർഷിക ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു. നിലവിൽ ഇവിടെ നെൽകൃഷിയുടെ 1ാം ഘട്ട നെൽകൃഷിക്കായി വെള്ളം അത്യന്താപേക്ഷിതമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷട്ടർ ഉയർത്തി കാർഷിക ആവശ്യത്തിന് കൂടി വെള്ളം കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ വിവിധ മേഖലകളിലെ കൃഷിക്കായി ഈ വെള്ളം ഉപയോഗിക്കും. പല പ്രദേശങ്ങളിലും ഏതാനും മാസങ്ങളായി കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളം കിട്ടാത്ത ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഓണം വിപണിയൊക്കെ ലക്ഷ്യമാക്കിയുള്ള പച്ചക്കറി കൃഷിക്കും അതോടൊപ്പം തന്നെയുള്ള പൂക്കൃഷിക്കും പഴവർഗ്ഗ കൃഷിക്കുമൊക്കെ ഈ ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മുല്ലപ്പെരിയാറിൽ നിന്ന് ആവശ്യാനുസരണം വെള്ളം കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല. എന്തായാലും നിലവിൽ നെൽകൃഷിയുടെ ഒക്കെ ആവശ്യത്തിനായി ഇപ്പോൾ കാർഷിക ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വന്നത് കർഷകർക്ക് വലിയ ആശ്വാസമാകുകയാണ്. നിലവിൽ 122 അടിക്ക് മുകളിലാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. വലിയ തോതിൽ വെള്ളം കൊണ്ടുപോകുന്നില്ല. 350 ക്യൂസെക്സ് വെള്ളമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് ടണൽ മാർഗം കമ്പം, ഗൂഡല്ലൂർ, താഴ്വരയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും മറ്റു ഡാമുകളുടെ ഒരു സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ജില്ലയിൽ ഇടുക്കിയിലെ ജലനിരപ്പ് 2353 അടി പിന്നിട്ടിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ഈ സമയം 2377 ക്യൂസെക്സിലധികം വെള്ളം ഇടുക്കി ജലാശയത്തിലുണ്ടായിരുന്നു. അതായത് മൺസൂണിൽ വലിയ തോതിൽ ഇടുക്കിയിലേക്ക് വെള്ളം എത്തിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇത്തവണത്തെ കാര്യങ്ങൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത മഴ പെയ്തെങ്കിലും ഈ മൺസൂൺ കാലഘട്ടത്തിൽ ഇടുക്കിയിലേക്ക് എത്തേണ്ട വെള്ളം ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയം ചെറുകിട അണക്കെട്ടുകളായ കല്ലാർകുട്ടി, പാമ്പള, മലങ്കര അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് തുടരുകയാണ്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ മഴയ്ക്ക് അല്പശമനമുള്ളത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മഴ അതിശക്തമായില്ലെങ്കിൽ ഈ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. മറ്റ് ചെറുകിട അണക്കെട്ടുകളിലും വലിയ തോതിലുള്ള നീരൊഴുക്കുണ്ടെങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇവയൊന്നും തുറക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. ഒപ്പം
ജില്ലയിൽ മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെയുള്ള ഒരു ജില്ലയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ കനത്ത മഴ പെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നതിനാൽ ജില്ലയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും ജാഗ്രതയും ഒക്കെ തുടരുകയാണ്. ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ടും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പൊതുവെ മഴ കുറവാണ്. കിഴക്കൻ മലയോര മേഖലയിൽ രാവിലെ മുതൽ ഇടവിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. കാരശ്ശേരി പഞ്ചായത്തിലെ ചെറുപുഴയിലെ ആലുള്ളകണ്ടിക്കടവിലെ പമ്പ് ഹൌസിനടുത്തുള്ള മുളങ്കൂട്ടം ഇടിഞ്ഞ് പുഴയുടെ കുറുകെ വീണത് പമ്പ് ഹൌസിനും തീരത്തുള്ള നിരവധി വീടുകൾക്കും അപകട ഭീഷണി ഉയർത്തുന്നു. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ റെഡ് അലർട്ടും അവധിയുമെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇടവിട്ടുള്ള മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലാണ് ഇത്തരത്തിൽ ഇടവിട്ടുള്ള മഴ പെയ്യുന്നത്. അതിനിടെ കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ ചെറുപുഴയിലെ ആലുള്ളക്കണ്ടിക്കടവിന് പമ്പ് ഹൗസിന് തൊട്ടടുത്തുള്ള തീരം ഇടിഞ്ഞ് പുഴയിലേക്ക് കിടക്കുകയാണ്. ഈ തീരം ഇടിഞ്ഞതോടെ വലിയ അപകട ഭീഷണിയാണ്. തുടർന്നുള്ള തീരവും ഇടിയാനുള്ള സാധ്യത വലിയ അപകട ഭീഷണിയാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിക്കും ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നാട്ടുകാരുണ്ട്. എന്താണ് ഇവിടെ നിലവിലുള്ള പ്രശ്നം? നിലവിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി വെച്ച് പിടിപ്പിച്ച മുളങ്കൂട്ടാണ് കനത്ത മഴ മൂലം പുഴയിലേക്ക് ഇടിഞ്ഞ് പതിച്ചിരിക്കുന്നത്. അതുമൂലം പുഴ ഗതി മാറി ഒഴുകുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ സമീപത്ത് തന്നെ തൊട്ടടുത്ത് തന്നെയാണ് 100-ലേറെ കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കുടിവെള്ളത്തിൻ്റെ ടാങ്കും അതിൻ്റെ മോട്ടോർ കണക്ഷനും പമ്പ് സെറ്റും അടക്കമുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ 100ഓളം കുടുംബങ്ങൾ ഇതിന് സമീപത്ത് തന്നെ സമീപത്തായിട്ട് 25ഓളം കുടുംബങ്ങളും താമസിക്കുന്നുണ്ട്. പുഴ ഇത് ഗതി മാറി ഒഴുകിക്കഴിഞ്ഞാൽ പമ്പ് ഹൗസിന് മാത്രമല്ല തീരത്തുള്ള വീടുകൾക്ക് കൂടി ഭീഷണിയായിട്ടാണ് നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഈ പുഴയിലേക്ക് വീണ തീരം കെട്ടി സംരക്ഷിക്കുന്നതിനും ഈ ഇടിഞ്ഞു കിടക്കുന്ന മുളങ്കൂട്ടം വെട്ടി ഒഴിവാക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് മൊത്തം ജനജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു രൂപത്തിലേക്ക് മാറും. എത്രയും പെട്ടെന്ന് അടിയന്തര നടപടികൾ ഉണ്ടാവണം. ഇത് എപ്പോഴാണ് ഈ തീരം ഇത്തരത്തിൽ ഇടിഞ്ഞത്? താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വീടുകൾക്കാണുള്ള ഭീഷണിയുള്ളത്? അതെ, ഈ വീടെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ളത് എൻ്റെ വീട് തന്നെയാണ്. അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ 10-70ഓളം വീടുകൾ തൊട്ടടുത്ത് ഈ പുഴൻ്റെ തീരത്ത് താമസിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ വലിയ വെള്ളം വന്ന സമയത്ത് മൊത്തം ഇളകി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ വെള്ളം താന്ന സമയത്ത് ഓരോ ഭാഗത്തായിട്ട് ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇടിഞ്ഞ് മൊത്തം പുഴയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഇടിഞ്ഞ് മൊത്തം പുഴ തടസ്സപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വീടുകൾക്ക് താങ്കൾ ഉൾപ്പെടെയുള്ള വീടുകൾക്ക് ഭീഷണിയല്ലേ? തീർച്ചയായിട്ടും ഭീഷണിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടാങ്കിനെ ബാധിക്കും. ടാങ്കിനെ ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നേരെ വീടുകളിലുള്ള ആ സ്ഥലത്തേക്കായിരിക്കും ഈ വെള്ളം മൊത്തം കുത്തിയൊഴുകുക. തീർച്ചയായിട്ടും നിരവധി കുടുംബങ്ങൾ കുടിവെള്ളത്തിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു കുടിവെള്ള ടാങ്കിൻ്റെ തൊട്ടടുത്തുള്ള മുളക്കൂട്ടമാണ് പുഴയിലേക്ക് വീണിട്ടത്. ഈ ടാങ്കിനല്ലേ 100ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന വാട്ടർ ടാങ്കാണിത്. അപ്പോൾ ഈ തീരെ ഇടിഞ്ഞു പോയാൽ ടാങ്കും അതോടുകൂടി പോകും. അത് കഴിഞ്ഞാൽ പിന്നെ വീടുകളിലെ ആ ഭാഗത്തേക്കാണ് ഈ വെള്ളം ഒഴുകുക. അപ്പം അത് എത്രയും പെട്ടെന്ന് കെട്ടി സംരക്ഷിക്കണം. ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് മലയോര മേഖലയിലെ ഏറ്റവും അധികം വെള്ളം കുത്തി ഒഴുകുന്ന ഒരു പുഴയാണ് ഈ ചെറുപുഴ. അത് പ്രത്യേകിച്ച് ആലുള്ളകണ്ടി കടവിലെത്തുമ്പോൾ നല്ലൊരു വളവാണ്. ആ വളവായതുകൊണ്ട് ഒരു ഭാഗത്ത് തീരത്ത് പലതരത്തിലുള്ള പുല്ലും കരിമ്പും അതുപോലെ മരങ്ങളും ഒക്കെ വീണിട്ടും ചണ്ടി അടിഞ്ഞു കൂടിയിട്ടും പുഴയുടെ വീതി കുറഞ്ഞു പോയി. അത് വളവിൽ കൂടിയാണ്. അപ്പം മറുഭാഗത്ത് വളരെ വലിയ കുത്തൊഴുക്കോട്ട് വന്നിട്ട് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലനിധിയുടെ കുടിവെള്ള പദ്ധതിയുടെ ചേർന്നുള്ള കെട്ടെല്ലാം ഇടിഞ്ഞു പോയി. അതുപോലെ തന്നെ മുളങ്കൂട്ടം ഒന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരു വെള്ളപ്പൊക്കം കുത്തൊഴുക്കം വന്നു കഴിഞ്ഞാൽ കുടിവെള്ള പദ്ധതി തന്നെ തകർന്നു വീണേക്കാം. വേനൽക്കാലത്ത് പോലും വെള്ളം കിട്ടാത്തത് കൊണ്ട് ഈ കുടിവെള്ള പദ്ധതിയെ മാത്രം ആശ്രയിക്കുന്ന ഒരു 80ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതിയായത്. അതുപോലെ മറുഭാഗത്തുള്ള വളവിലും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട്. ഏത് സമയത്താണ് തീരെ ഇടിയാന്നറിയില്ല. 4-5 വീടുകളും ഭീഷണിയിലാണ്. അപ്പോൾ ഇത്ര വളരെയധികം ഭീഷണി നിലനിൽക്കുന്ന ഈ പുഴയുടെ തീരം കെട്ടി സംരക്ഷിക്കുകയും മറുഭാഗത്ത് പുഴയ്ക്ക് വീതി കുറഞ്ഞും ആഴം കുറഞ്ഞും പോയിട്ടുള്ളത് അതെല്ലാം നീക്കം ചെയ്ത് പുഴയുടെ സ്വാഭാവികമായ ഒഴുക്ക് സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ വലിയ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരും എന്നതാണ് അവസ്ഥ. തീരം ഭീഷണിയുടെ ഭാഗമായി നിരവധി വീടുകളാണ് ഇപ്പോൾ അപകടാവസ്ഥയിലുള്ളത്. നമ്മുടെ കൂടെ വീട് അപകടാവസ്ഥയിലുള്ള ആളുകൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ? എന്താണ് നിലവിൽ? ഇതിൻ്റെ വെഹിക്കിളൊക്കെ ഇടിഞ്ഞു പോയത്. ഇപ്പം അങ്ങനെ മരങ്ങളും വെഹിക്കിളുള്ള മതിലിപ്പോൾ ഇടിയാൻ നിൽക്കുകയാണ്. പരാതികളൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു, നേരത്തെ അറിയിച്ചിരുന്നു? ഓ, പ്രാവശ്യം എടുത്ത് പോയതാണ്. ഇതിനൊന്നും പരിഹാരമൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ പേടിച്ചാണ്. രാത്രിയൊക്കെ മഴ വന്നാൽ രാത്രി കിടക്കാൻ പേടിയാണ് വീട്ടിൽ.
വെക്കിലിടിയുന്ന ഭീഷണിയായിട്ട്. എന്താണ് നിങ്ങളുടെ വീടിന്റെ നിലവിലുള്ള ഒരു അവസ്ഥ? പുഴയുടെ തൊട്ടടുത്താണോ നിങ്ങളുടെ വീട്? എങ്ങനെയാണ്? പുഴൻ്റെ തൊട്ടടുത്താണ്. എപ്പോഴും ഇടിഞ്ഞ് ഇതാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വെള്ളം നല്ല വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ രാത്രി ഉറങ്ങാൻ തന്നെ സാഹചര്യത്തിൽ ഭയങ്കര പേടിയാണ്. കുട്ടികളും വെച്ച് കിടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാഹചര്യം ഞങ്ങൾക്കൊന്ന് കെട്ടിത്തന്നാൽ അതിൻ്റെ പുഴൻ്റെ ഭാഗമൊന്ന് നല്ലോണം കെട്ടിത്തന്നാൽ ഞങ്ങൾക്കൊരു സമാധാനമായിരുന്നു. ഇടിയില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ആ പുഴൻ്റെ ഭാഗം ഒന്നായിട്ടാണ് ഇടിഞ്ഞ് ഭാഗം ഇതാവും. വെള്ളം പിന്നെ പെട്ടെന്ന് കയറി ഇതാവും. 2-3 പ്രാവശ്യം പുഴയിലേക്ക് തന്നെ വെള്ളം കയറിയിരുന്നു. അന്ന് നിന്നെത്തിയാൽ കെട്ടിത്തന്നാൽ ഒരു ഗവൺമെൻറ് ഞങ്ങളെ സഹായിച്ചാൽ നല്ലത്. ഇത് തന്നെയാണ് ഈ പരിസരത്തുള്ള വീട്ടുകാർക്കും പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ഈ തീരം കെട്ടി സംരക്ഷിച്ച് 4ഓളം വരുന്ന വീടുകളെയും 100-ലേറെ ആളുകൾ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന ഈ പമ്പ് ഹൗസിനെയും സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. കോഴിക്കോട് കാരശ്ശേരിയിൽ നിന്നും JN ആസാദ്, ന്യൂസ് 18. അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള കാസർഗോഡ് ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കനത്ത ആശങ്ക. വരും ദിവസങ്ങളിൽ മഴ കനത്താൽ തീരശോഷണത്തിനൊപ്പം നിരവധി വീടുകൾക്കും അത് ഭീഷണിയാകും. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KV ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ട്. കാസർഗോഡ് ജില്ലയിൽ തീരശോഷണം ഏറ്റവും കൂടുതലുള്ളത് ജമ്മ കടപ്പുറത്താണ്. അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. വലിയ തോതിൽ ഇവിടെ കടൽ കരയിലേക്ക് കയറി വരുന്ന സാഹചര്യമുണ്ട്. കടൽ ഭിത്തി പോലും ഇവിടെ തകരുന്ന സാഹചര്യമാണ്. എന്തായാലും വലിയ ആശങ്കയോടെയാണ് ഇവിടെ ആളുകൾ കഴിയുന്നത്. ഇതോടൊപ്പം വലിയ പറമ്പിലും വലിയ തോതിലുള്ള കടലേറ്റമുണ്ട്. അതോടൊപ്പം ഉപ്പള, മുസോടി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വലിയ കടൽക്ഷോഭമാണ്. കഴിഞ്ഞ നാളുകളിലൊന്നും കഴിഞ്ഞ കാലവർഷത്തിലൊന്നും കാണാത്ത രീതിയിൽ ഇത്തവണ ഈ കടൽക്ഷോഭം രൂക്ഷമായത് വലിയ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ കാലവർഷം ആരംഭിച്ചത് മുതൽ തീരപ്രദേശത്തുള്ളവർക്ക് വലിയ ആശങ്കയാണ്. ഇവിടെയുള്ള പലരും ഇപ്പോൾ അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചു കഴിഞ്ഞു. എന്തായാലും വരും ദിവസങ്ങളിലും കടലാക്രമണം ശക്തമായിരിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനമുള്ളത്. നമ്മോടൊപ്പം ഇവിടുത്തെ മെമ്പർ തന്നെ ചേരുന്നു, വേണുമാഷ് ചേരുന്നു. വേണുമാഷ്, എന്താണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ? വലിയ തീരശോഷണമാണോ സംഭവിച്ചില്ല? എന്താണ് നിലവിലെ അവസ്ഥ? കാസർഗോഡ് ജില്ലയിലെ പുതുമ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട 23-ാം വാർഡ് അംബികാനഗറിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് ജന്മ കടപ്പുറം ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കാസർഗോഡ് ജില്ലയിലെ ഇത്രയും ദൈർഘ്യമേറിയ ഒരു കടൽ തീരം കടൽക്ഷോഭത്തിന് ഇരയാവുന്നത് മറ്റെങ്ങും കാണാനുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രയും നീളത്തിലാണ് കടൽക്ഷോഭം നേരിടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് കടലിങ്ങനെ കയറി വരികയാണ്. തീരം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. സമീപഭാവിയിൽ തന്നെ ഈ തീരദേശവാസികളൊക്കെ ഇവിടുന്ന് താമസം മാറ്റേണ്ട ഒരവസ്ഥ വരും എന്നാണ് തോന്നുന്നത്. ധാരാളം വസ്തുക്കൾ അവരെ നഷ്ടപ്പെട്ടു, തെങ്ങുകൾ നഷ്ടപ്പെട്ടു, 2-3 വീടുകൾ അപകട ഭീഷണിയിലാണ്. ഏത് നേരവും കടലെടുക്കാം എന്നുള്ള ഭീതിയിലാണ് അവർ കഴിയുന്നത്. അപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ കലക്ടറെ ബന്ധപ്പെട്ടിരുന്നു, അദ്ദേഹം സന്ദർശിച്ചിരുന്നു. പിന്നെ റവന്യൂ അധികൃതർ വന്നു, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാർ വന്നു. എല്ലാവരും ഇത് ഈ കാലവർഷം എന്ന് പറയുന്ന ഒരു മഴക്കാലത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമായതുകൊണ്ട് തന്നെ ഈ സന്ദർശനവും ആ ഒരു സമയത്ത് മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്. മഴ കാണാൻ വരുന്നു, കടൽ കാണുന്നു, ദുരന്തം കാണുന്നു, കണ്ണീര് വാർക്കുന്നു, തിരിച്ചു പോകുന്നു. പക്ഷേ അനന്തര നടപടികളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് സ്ഥായിയായ ഒരു പരിഹാരമാണ്. ഇവിടുത്തെ സമീപവാസികളും ക്ലബ്ബുകളൊക്കെ ചേർന്നിട്ട് താൽക്കാലികമായ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ജിയോ ബാഗ് നിരത്തുന്നുണ്ട്, മറ്റു മണൽച്ചാക്കുകൾ നിരത്തിയിട്ട് താൽക്കാലികമായ കടൽ ഭിത്തി നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു പരിഹാരമല്ല. ഞങ്ങൾക്ക് ചെല്ലാനം മോഡൽ ഒരു ടെട്രോ പാഡ് തന്നെ വേണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ ശക്തമായ ആവശ്യം. അതിനുള്ള ഒരു നീക്കം അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ഇപ്പോൾ 2-3 വീട് ഏത് നിമിഷം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണുള്ളത്. പിന്നെ ഇതേപോലെ എല്ലാ വർഷവും എല്ലാ ആൾക്കാരും വരും, അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാന്ന് പറഞ്ഞ് പോകുന്നതല്ലാതെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. ഇനിയും ഇങ്ങനെ ഈ മെല്ലെപ്പോക്ക് തുടർന്നാൽ ആൾക്കാരുടെ ജീവന് അത് ഭീഷണിയായിട്ട് മാറും. ചുരുങ്ങി ഒരു 300 മീറ്റർ ഓളം ഉണ്ടായിരുന്നു മുമ്പേ കടപ്പുറം. തെങ്ങ് ഉണ്ടായത്, അതിനപ്പുറം കാറ്റാടി മരം, അതിനപ്പുറം നമ്മൾ ഈ തേങ്ങ കൊപ്പറെല്ലാം ആക്കിയെന്ന സ്ഥലം അതിനപ്പുറമായിരുന്നു. അതെല്ലാം കടലെടുത്ത് പോയി. പിന്നെ 2009-10 കടൽ ഭിത്തി വന്നു. അതിന് മെയിൻ്റനൻസ് വന്നില്ല. ഒരു പ്രാവശ്യം വന്നതേ ഉള്ളൂ. മെയിൻ്റനൻസ് വന്നിരുന്നെങ്കിൽ ഇങ്ങനെ ആട്ടിയില്ലായിരുന്നു. മെയിൻ്റനൻസ് വന്നില്ല. അതിൽ പിന്നെ ഇതാണ് അവസ്ഥ എല്ലാ കൊല്ലം. ഇപ്പോൾ ഈ റോഡ് നിൽക്കാൻ വേണ്ടി നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പിരിവാക്കിയിട്ട് ഈ റോഡിന് ഇപ്പോൾ കല്ലിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ റോഡ് നമുക്ക് വേറെ വഴിയില്ല, ഒറ്റ വഴിയല്ല, ഈ വഴി മാത്രമേ വേറെ വഴിയില്ല. ഇത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആകെ മുട്ടിയെന്ന് പറയാം. എന്ത് ചെയ്യാൻ? എല്ലാ കൊല്ലം ഉദ്യോഗസ്ഥന്മാർ വരുന്നത് പോകുന്നു ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ ഒരു മാറ്റം വരുന്നില്ല. എന്തായാലും വലിയ ആശങ്കയോടാണ് ഇവിടെയുള്ള ആളുകളൊക്കെ കഴിയുന്നത്. ഏത് സമയത്തും ഇവരുടെ വീടുകൾ കടലെടുക്കുമെന്ന ഒരവസ്ഥ. പല വീടുകളിലും കടലാക്രമണ ഭീഷണിയാണ്. നേരത്തെ നിരവധി വീടുകളാണ് തീരപ്രദേശങ്ങളിലെല്ലാം കടലെടുത്തത്. ഏതായാലും വരും ദിവസങ്ങളിലും
ശക്തമായ മഴയുണ്ടാകും. അത് ഏറ്റവും കൂടുതൽ കാസർഗോഡ് ജില്ലയിൽ ബാധിച്ചിരിക്കുന്നത് തീരദേശവാസികളെ തന്നെയാണ്. കാസർഗോഡ് നിന്നും കെ വി ബൈജു, ന്യൂസ് 18. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ അലംഭാവമെന്ന പരാതി തുടരുന്നു. മുതലപ്പുഴയിൽ സ്കൂബ ഡൈവിംഗ് സംഘം വൈകിയതിൽ പ്രതിഷേധമുയരുകയാണ്. സ്കൂബ ടീം മുതലപ്പുഴയിൽ തെരച്ചിൽ തുടങ്ങി. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട തിരച്ചിൽ ഇപ്പോഴും കാര്യമായി പുരോഗമിക്കുന്നില്ല. ഇതാണ് തീരദേശത്ത് വലിയ അസംതൃപ്തി ഉണ്ടാക്കുന്നത്. വിഴിഞ്ഞത്തും പെരുമാതുറയിലും രണ്ടിടത്തും മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്താനുണ്ട്. വലിയ പ്രതിഷേധം സർക്കാരിനെതിരെ ഇത് പ്രതിഷേധമായത് മാറുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ അടക്കം വലിയ വിമർശനങ്ങൾ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ മകൾ നടത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഇന്നലെ അവിടെ മന്ത്രി ഷിബു ബേബി ജോൺ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. ഷിബു ബേബി ജോണിനോടും സമാനമായ പ്രതിഷേധമാണ് കുടുംബം അറിയിച്ചത്. മുഖ്യമന്ത്രി വിളിച്ച് നമ്മളെ ആശ്വസിപ്പിച്ചു, നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. അദ്ദേഹത്തിന് ആശ്വാസത്തിലുപരി അപ്പം അദ്ദേഹം ഒരു 5 മണിയായപ്പോഴാണ് ഇന്ന് വിളിച്ചത്. അപ്പം ആശ്വാസത്തിലുപരി എനിക്ക് വേണ്ടിയിരുന്നത് ഒരു സൊല്യൂഷനാണ്. അപ്പം അത് പറയുന്നതിന് മുമ്പ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്യാൻ ഉണ്ടായത്. കാരണം അറിയില്ല, പക്ഷേ ഫോൺ കട്ട് ചെയ്യാൻ ഉണ്ടായത്. അതിനുശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടോ 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തതിൻ്റെ ബലത്തിൽ കുറേ വാഗ്ദാനങ്ങൾ അദ്ദേഹം ഞങ്ങൾ ഉന്നയിച്ച എല്ലാ ചോദ്യത്തിനുള്ള വാഗ്ദാനങ്ങളും അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ലീവ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. പക്ഷേ ഇത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ഉറപ്പായിട്ടും ഇതിനുള്ള നടപടികൾ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മളത് ഫോളോ അപ്പ് ചെയ്യും. പെരുമാതുറയിൽ ഇന്നലെ മന്ത്രി CP ജോണാണ് സന്ദർശനം നടത്തിയത്. മത്സ്യത്തൊഴിലാളികളുടെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിരാവിലെ തെരച്ചിൽ 10 മത്സ്യത്തൊഴിലാളികളെ പരമ്പരാഗതമായി കടൽ ജോലി അറിയാവുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തെരച്ചിൽ ആരംഭിക്കും. അതിരാവിലെ തെരച്ചിൽ ആരംഭിക്കും. സ്കൂബ സംഘം ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഇന്നലെ മന്ത്രി നാട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും നൽകിയത്. പക്ഷേ ഇന്ന് രാവിലെ മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് രാവിലെ 9 മണിവരെ ഉണ്ടായിരുന്നത്. അതിലും വലിയ പ്രതിഷേധം പെരുമാതുറയിൽ വീണ്ടും ഉണ്ടായി. ഞങ്ങളെ ചോദിച്ച സ്കൂബ ടീമിനെ ഇവര് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവര് വിളിച്ച് ചോദിച്ചിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇവരിപ്പോ ഇന്ന് വന്നാലും അവർക്ക് ഇവിടെ കടലിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അവർ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെയെങ്കിലും അവർ ഇറങ്ങുമെന്നാണ് ഇതുവരെയും പറഞ്ഞിരിക്കുന്നത്. അവരെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നെന്ന് ഇവർ പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാരും വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നു. കൊല്ലത്ത് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ട തിരച്ചിലും തുടരുകയാണ്. അവിടെയും വലിയ അമർഷത്തിലാണ് മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഉള്ളത്. അങ്ങനെ കടലിൽ പോയി കാണാതെയാകുന്നവരുടെ എണ്ണം കൂടുമ്പോഴും കൃത്യമായി അവരെ തിരിച്ചു കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയുന്നില്ലെന്ന വിമർശനമാണ് പൊതുവിൽ ഉയരുന്നത്. രാഷ്ട്രീയവാദം ഇതിനകം മാറിക്കഴിഞ്ഞു. സർക്കാരിന്റെ വീഴ്ച ആരോപിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ ഈ മേഖലകളിൽ സന്ദർശനം നടത്തുകയാണ്. ഇന്ന് ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി പെരുമാതുറ ഭാഗത്ത് സന്ദർശനം നടത്തി. ഇന്നലെ MV ഗോവിന്ദനും ഈ ഭാഗങ്ങളിലൊക്കെ സന്ദർശനം നടത്തിയിരുന്നു. അങ്ങനെ വലിയ രാഷ്ട്രീയവാദമായി കൂടി വിഷയം മാറുകയാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ആശങ്കയ്ക്ക് ഈ മഴ മാറുമ്പോഴും അറുതിയില്ല. മഴക്കാല പ്രശ്നം നേരിടുന്നതിൽ സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. ജൂലൈ 31 അതിതീവ്ര മഴയിൽ മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ച വന്നു. വയനാട് തുരങ്കപാത സ്ഥലത്തും ജാഗ്രതാ കുറവുണ്ടായി. രക്ഷാപ്രവർത്തകൻ കൂടിയായ രാജേഷിന്റെ മൃതദേഹത്തോട് കാട്ടിയത് വലിയ അനാദരവെന്നും പിണറായി കുറ്റപ്പെടുത്തി. നിർഭാഗ്യകരമായ അവസ്ഥ നമ്മൾ ഓർക്കേണ്ടത്, കഴിഞ്ഞ LDF സർക്കാർ ഈ അടിഞ്ഞുകൂടിയ മണലും ചെടിയും മാറ്റുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. അപ്പോൾ അതിനെതിരായി കോടതിയിൽ പോകുന്ന സ്ഥിതിയായിരുന്നു അന്നത്തെ പ്രതിപക്ഷം UDFന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിൽ കാണേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിലെ രാഷ്ട്രീയമോ വിവാദങ്ങളോ അല്ല വേണ്ടത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം അടിക്കടി ഉണ്ടാകുന്ന അതിതീവ്ര മഴ ഇത് വലിയ തോതിൽ പ്രളയം തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ശാശ്വതമായി തടയലാണ് പ്രധാനം. കൊല്ലത്ത് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണനെ കണ്ടെത്താനുള്ള തെരച്ചിൽ 9ാം ദിവസവും തുടരുകയാണ്. തെരച്ചിലിന്റെ പേരിൽ കാട്ടിക്കൂട്ടൽ വേണ്ടെന്ന് നീണ്ടകരയിൽ ഗൗതം കൃഷ്ണന്റെ അമ്മ പ്രതികരിച്ചു. ഗൗതം കൃഷ്ണന്റെ അമ്മയുമായി നടത്തിയ ചർച്ചയ്ക്കിടെ ഡിമാൻഡ് പരാമർശം നടത്തിയ നീണ്ടകര ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറെ സ്ഥലം മാറ്റി. കൊല്ലം ജില്ലയിലെ മറ്റൊരു ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റം. വിനീഷ് ചേരുന്നു. വിനീഷ്, തെരച്ചിലിനെ സംബന്ധിച്ച് ബന്ധുക്കൾക്ക് പരാതിയുണ്ട്. എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? തീർച്ചയായും രഞ്ജിത്ത്, ഇന്നും തെരച്ചിൽ തുടരുകയാണ്. കൊല്ലത്ത് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണന് വേണ്ടിയുള്ള തെരച്ചിലാണ് 9ാം ദിവസവും തുടരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു വള്ളം മറിഞ്ഞ് ഗൗതം കൃഷ്ണനെ കടലിൽ കാണാതായത്. ഇതിൽ 3 പേരായിരുന്നു കടലിൽ കാണാതായതിൽ
രണ്ടുപേരുടെ മൃതശരീരം കണ്ടുകിട്ടുകയും ചെയ്തിരുന്നു. ഗൗതം കൃഷ്ണനായിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. മറൈൻ എൻഫോഴ്സ്മെന്റ്, അതുപോലെ തീരദേശ പോലീസ്, കോസ്റ്റൽ ഗാർഡ് ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ തുടരുന്നത്. അതുപോലെ തന്നെ ഫിഷിംഗ് പെട്രോൾ ബോട്ടുകൾ, സ്പീഡ് ബോട്ടുകൾ, ലൈഫ് ഗാർഡുകൾ, കോസ്റ്റൽ പോലീസ് ബോട്ടുകൾ, ഡ്രോൺ എന്നിവയുടെ സഹായത്താലാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. തെരച്ചിലിന്റെ പേരിൽ കാട്ടിക്കൂട്ടൽ വേണ്ടെന്ന് ഗൗതം കൃഷ്ണന്റെ അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഗൗതം കൃഷ്ണനെ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് കൊച്ചി പോലീസിന്റെ മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധമടക്കം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ വാക്കുകൾ എല്ലാവരെയും വലിയ രീതിയിൽ ഒരു സങ്കടപ്പെടുത്തുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. അപ്പം മാധ്യമങ്ങളോട് ഈ മാതാവ് പൊട്ടിക്കരഞ്ഞ സാഹചര്യമായിരുന്നു ഉണ്ടായത്. അത് ഗൗതം കൃഷ്ണന്റെ അമ്മയുമായി തുടർന്ന് ചർച്ച നടത്തുകയും ചെയ്തു. ഈ ഡിമാൻഡ് പരാമർശം നടത്തിയ നീണ്ടകര ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറെ സ്ഥലം മാറ്റിയ സാഹചര്യമുണ്ട്. അതായത് ഈ അമ്മയുമായി ചർച്ച നടത്തിയപ്പോൾ ഡ്രോൺ പരിശോധന വേണമെന്ന് ഈ അമ്മ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് നിങ്ങൾ ഡിമാൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഡ്രോൺ പരിശോധന നടത്താത്തത് എന്ന ഒരു പരാമർശത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ തൊട്ടു പിന്നാലെയാണ് ഗൗതം കൃഷ്ണന്റെ അമ്മയുമായി ഈ ഡിമാൻഡ് പരാമർശത്തെ തുടർന്ന് നീണ്ടകര ഫിഷറീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് ഡയറക്ടറെ സ്ഥലം മാറ്റിയ ഒരു ഉത്തരവിന്ന് ഉണ്ടായത്. കൊല്ലം ജില്ലയിലെ മറ്റൊരു ഓഫീസിലേക്കാണ് ഈ അസിസ്റ്റന്റ് ഡയറക്ടറെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രഞ്ജിത്ത്, ഈ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് ഗൗതം കൃഷ്ണന് വേണ്ടിയുള്ള തെരച്ചിലുകൾ ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ശരി. കണ്ണൂർ മട്ടന്നൂരിൽ കനത്ത മഴയെ തുടർന്ന് കാരക്കനാൽ ഇടിഞ്ഞു. ഇതേ തുടർന്ന് ഭീഷണിയിലായ സമീപത്തെ 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രി 11:30യോടുകൂടിയാണ് സംഭവം. മട്ടന്നൂർ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. മാറാടിയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. മൂവാറ്റുപുഴ മാറാടി കായനാട് 15-ാം വാർഡിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ അതേ പ്രദേശത്ത് ഇന്ന് ഉച്ച കഴിഞ്ഞാണ് കൂറ്റൻ മൺകൂന വലിയ ശബ്ദത്തോടെ പാറമടയിലെ വെള്ളത്തിലേക്ക് പതിച്ചത്. ഇതോടെ വെള്ളം സമീപത്തെ പന്നി ഫാമിലേക്കും വീടുകളിലേക്കും ഇരച്ചുകയറി. ഇന്ന് ജനപ്രതിനിധികളും റവന്യൂ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി. പാറമട നികത്താൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. തുടർച്ചയായ മണ്ണിടിച്ചിലിൽ ഭീതിയിലാണ് പ്രദേശവാസികൾ. മഴ ശക്തമാകുന്നതിന് മുൻപ് പാറമട സുരക്ഷിതമായി നികത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്ഷേമ പെൻഷൻ ബാങ്ക് വഴി നൽകാനുള്ള സർക്കാർ തീരുമാനത്തോട് സമ്മിശ്ര പ്രതികരണം. ശാരീരിക അവശതകൾ ഉള്ളവർ നേരത്തെ ഉണ്ടായിരുന്ന രീതിയെ പിന്തുണയ്ക്കുമ്പോൾ മറ്റു ചിലർ പുതിയ നീക്കത്തെ തള്ളിപ്പറയുന്നില്ല. എന്തായാലും ക്ഷേമ പെൻഷൻ നിർത്താനുള്ള നീക്കമെന്ന് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല. ബാങ്കിൽ പോയാണ് പൈസ എങ്ങനെ എടുക്കേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് അതറിയില്ല. ഒരു ATM കാർഡില്ല. ശരിക്കും വലിയൊരു മൊബൈൽ ഫോണില്ല. ഈ മൊബൈൽ ഫോണിലൊക്കെ ഞങ്ങൾ പിന്നെ ആരെങ്കിലും വിളിക്കണമെന്ന് വെച്ചാൽ ബുക്കിൽ എഴുതി വെച്ചതാണ് ആ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇപ്പോൾ ഈ മൊബൈൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഈ പൈസ ബാങ്കിൽ വന്നിട്ട് എന്ത് കാര്യമുള്ളത്? ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ എത്തിക്കേണ്ട ഉപകാരമായിരുന്നു. സൗകര്യമായിരുന്നു. ബുദ്ധിമുട്ട് തന്നെയാണ്. മറ്റേ ഇവിടെ കൊണ്ടു തരില്ലല്ലേ, അപ്പോൾ നല്ലതാ. വേറെ പോകുന്നു വേണ്ടല്ലോ. ബാങ്ക് പോണ്ടിരുന്നു. ഞങ്ങൾക്ക് അറിയില്ലത്. അവിടെ പോയി ഇനി എന്താ ചെയ്യേണ്ടെന്നു നിൽക്കേണ്ടെന്നു. അപ്പൊ വീട്ടിലേക്കുള്ളത് പിന്നെ വേറെ മാതിരി ക്യാൻസൽ ആക്കാൻ പറ്റൂല. അത് പഴയ മാതിരി തന്നെ വരട്ടെ, തുടരട്ടെ, അങ്ങനെ പറ്റൂ പോരെ. അത് തന്നെയാണ് വേണ്ടത്. എങ്ങനെ നോക്കിയാലും അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പെൻഷൻ എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് കിട്ടുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ചുറ്റുപാടൊക്കെ ഉള്ള ആൾക്കാർ 80, 85, 90 ആയ ആൾക്കാരുണ്ട്. അവരൊക്കെ സംബന്ധിച്ച് പിന്നെ പെൻഷൻ കിട്ടുന്നത് തന്നെ വലിയൊരു ആശ്വാസമാണ്. അതേസമയം അവരുടെ കയ്യിൽ എത്തിക്കുമ്പോൾ അത് അവർക്ക് അതിലേറെ സന്തോഷമാണ്. നമ്മളിപ്പോൾ ബാങ്കിലേക്ക് ആക്കുകയെന്നിപ്പോൾ ഗവൺമെൻറ് പറയുകയുണ്ടായി. അതും കോപ്പറേറ്റീവ് ബാങ്ക് പാടില്ല എന്നും പറയുന്നുണ്ട്. നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ അക്കൗണ്ട് ഉള്ളവരല്ല ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. അപ്പോൾ അവർക്ക് അത് ആശ്വാസം എന്നുള്ളതിനെക്കാട്ടിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ കൊടുക്കുന്നത് വീട്ടിൽ തന്നെ കൊണ്ടു കൊടുക്കണം. അത് പെട്ടെന്ന് കൊടുത്തോണ്ട് വീട്ടിൽ കൊടുക്കാൻ ഏതായാലും പെട്ടെന്ന് കൊടുക്കണ്ടാണ്. ഇന്നത്തെ ബാങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എന്താ കാരണം പറയണ്ടേ?
വയ്യാത്തവരെ പരിഗണിക്കണം. അതെ, അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ നമുക്ക് കൈ കിട്ടണമെങ്കിൽ ഇത്രയും നല്ലതല്ലേ. മറ്റിപ്പോ നമ്മൾ ബാങ്കിലേക്ക് പോകണം, പിന്നെ ഇപ്പോൾ എപ്പോഴാണ് വന്നോ അല്ലേന്ന് അറിയില്ല, പിന്നെ അത് തിരഞ്ഞു പോകണ്ടേ. ഇതിപ്പോൾ പറഞ്ഞാൽ വീട്ടിൽ കിട്ടുകയാണെങ്കിൽ നമ്മളെ ഉപകാരത്തിനായി എത്രയും പെട്ടെന്ന് ചിലപ്പോൾ കൈ കിട്ടുകയാണെങ്കിൽ. അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ അവിടെ പോയി പിന്നെ മാസം വന്നോ നോക്കി നിൽക്കണ്ടേ. ജൻസി സമരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് വിമർശനവുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ. ജൻസികളെ കേൾക്കാനും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കോൺഗ്രസ് അടക്കമുള്ള മുഖ്യധാരാ പാർട്ടികൾക്ക് കഴിഞ്ഞോ എന്ന് പരിശോധിക്കണം. CJPക്ക് ജൻസികളുടെ ശബ്ദമാകാൻ കഴിഞ്ഞു, എന്നാൽ പുതുതലമുറയുടെ വിഷയങ്ങൾ പ്രതിഫലിപ്പിക്കാൻ കോൺഗ്രസിനായില്ല. രാഹുൽ ഗാന്ധിയും ജൻസി വിഷയങ്ങൾ ഏറ്റെടുത്തിരുന്നു, എന്നാൽ CJPയെ പോലെ അത് ഫലപ്രദമാക്കാൻ കഴിഞ്ഞില്ല. യുവതയെ കേൾക്കാനും അവരുടെ വിഷയങ്ങൾ പ്രതിഫലിപ്പിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള മുഖ്യധാരാ പാർട്ടികൾ അപ്രസക്തമാകുമെന്നും മുംബൈയിൽ നടന്ന സംവാദ പരിപാടിയിൽ തരൂർ പറഞ്ഞു. ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി ഗുരുതരാവസ്ഥയിലെന്ന പ്രചാരണം ശക്തം. മൊജ്തബയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ അവകാശപ്പെട്ടു, എന്നാൽ ഇറാനിയൻ അധികൃതരിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. ശബരിമല നെയ്ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കുറ്റം ചെയ്തവരെയാണ് കണ്ടെത്തേണ്ടത്, അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീം അന്വേഷിക്കും. ഭക്തജനങ്ങളുടെ കാശ് കട്ടവരെ സർക്കാർ വെറുതെ വിടില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഞാൻ പറയാം, ആ കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നോ നാളെയായിട്ട് ദേവസ്വം വിജിലൻസ് കമ്മീഷണറെ കത്ത് കയ്യിൽ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കും. ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, വിജിലൻസ് സാമ്പത്തിക ക്രമക്കേടാണ്. കുറ്റം ചെയ്ത് അന്വേഷിക്കണമെങ്കിൽ ക്രൈംബ്രാഞ്ച് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ആഭ്യന്തര മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ കത്ത് നൽകിയാലുടൻ ക്രൈംബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ ടീമിനെ ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിക്കും. അന്വേഷണം നടക്കും. ആ ക്രൈംബ്രാഞ്ച് തന്നെ ഞങ്ങൾ അന്വേഷിപ്പിക്കും. ഒരു മയം അക്കാര്യത്തില്ല. ഭക്തജനങ്ങളുടെ കാശ് കക്കുന്ന ഒരാളെ പോലും സർക്കാർ വെറുതെ വിടില്ല. നീലകണ്ഠനെ സഹായിക്കാൻ ചെട്ടികുളങ്ങര ഗ്രാമം കൈകോർക്കുന്നു. കീമോതെറാപ്പിയും റേഡിയേഷനുമായി കഴിഞ്ഞ 6 വർഷമായി രക്താർബുദത്തോട് പൊരുതുന്ന 7 വയസ്സുകാരൻ നീലകണ്ഠന്റെ ചികിത്സയ്ക്കായാണ് കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നത്. മാവേലിക്കര ചെട്ടികുളങ്ങര ഈരഴുവടക്ക് പുത്തൻ വീട്ടിൽ പ്രദീപ് കുമാറിന്റെയും റാണിയുടെയും മകനാണ് നീലകണ്ഠൻ. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഒരു തവണ രോഗം ഭേദമായിരുന്നു, എന്നാൽ വീണ്ടും രോഗം വില്ലനായി. ഈ കുടുംബത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടർന്നു. കഴിഞ്ഞ വർഷം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ചെയ്തു. ടീസൽ തെറാപ്പി ചികിത്സയാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ഇതിന് 80 ലക്ഷം രൂപ ചിലവ് വരും. അമ്മ റാണി ധനകുമാറിൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. യൂണിയൻ ബാങ്ക് കറുകുറ്റി ശാഖയിലാണ് അക്കൗണ്ട് ഉള്ളത്. അക്കൗണ്ട് നമ്പർ 345802011523. IFSC കോഡ് UBIN 05345887. ഗൂഗിൾ പേ നമ്പറും നിലവിലുണ്ട്. 994733471007 ആണ് നീലകണ്ഠൻ്റെ അമ്മയുടെ ഗൂഗിൾ പേ നമ്പർ. സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കൗണ്ട് നമ്പർ ഒന്നുകൂടി 345802011523. IFSC കോഡ് UBIN 05345887. ഗൂഗിൾ പേ നമ്പർ 9947347107. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്. നമസ്കാരം.